ഹായ്. നിങ്ങളുടെ ജർമ്മനി വിസ ആപ്ലിക്കേഷന് റിജക്റ്റ് ആകാനായിട്ട് ഒരുപാട് ആളുകൾക്ക് അറിയാത്ത ചില ചെറിയ മിസ്റ്റേക്സ് മതി. ഒരു ഡോക്യുമെന്റേഷൻ മിസ്സായാലും അതുപോലെ തന്നെ ഒരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്താലും ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ മാസങ്ങൾ കാത്തിരുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിച്ചതും വെറുതെ ആവും. നിങ്ങളുടെ പേരൻസിന്റെ സ്വപ്നമൊക്കെ വെറുതെ ആവും. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് ജർമ്മനി വിസ റിജക്ഷന് കാരണമാകുന്ന 17 കോമൺ മിസ്റ്റേക്സ് ആണ് പറയുന്നത്. ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അവസാനത്തെ ചില മിസ്റ്റേക്സ് കാരണം തന്നെയാണ് പല ആപ്ലിക്കേഷൻസും റിജക്റ്റ് ആകുന്നത്. എൻ്റെ പേര് ജോൺസ് മാത്യു. ഞാൻ ജർമ്മനി വിസ ഡോക്യുമെന്റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരു നേരത്തെ ഒരു എക്സ് VFS ഓഫീസറും കൂടിയാണ്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇതില് 17 മിസ്റ്റേക്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് കാരണം എന്നുള്ളത് പ്രധാനമായിട്ടും വരുന്നത് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ വരുന്ന മിസ്റ്റേക്ക് ആണ്. ആപ്ലിക്കേഷൻ ഫോമിൽ സ്പെല്ലിംഗിൽ വരുന്ന മിസ്റ്റേക്സ്. നിങ്ങളുടെ പാസ്പോർട്ടിലെ പോലെ തന്നെ ആസ് പെർ പാസ്പോർട്ട് ആയിരിക്കണം നമ്മളുടെ ഡോക്യുമെന്റ്സിലെല്ലാം വരേണ്ടത്. ആസ് പെർ പാസ്പോർട്ട് അല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു മിസ്റ്റേക്സ് ആണ് വരുന്നത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങൾ എക്സാക്ട് പാസ്പോർട്ടിലെ പോലെ തന്നെ മാച്ച് ആയിട്ടിരിക്കണം. രണ്ടാമത്തെ മിസ്റ്റേക്സ് എന്നുള്ളത് എക്സ്പയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇൻഷുറൻസ്, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി, അപ്പോയിന്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാത്തിന്റെയും വാലിഡിറ്റി നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് എല്ലാ ഡോക്യുമെന്റ്സിന്റെയും വാലിഡിറ്റി നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്നുള്ളത് പഴയ ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. എംബസിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇടയ്ക്കിടെ എംബസി വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഈ അപ്ഡേറ്റുകൾ അറിയാതെ 2024 തൊട്ട് 25, 26 വരെ നമ്മൾ പുതിയ 2026 അപ്ലൈ ചെയ്യുന്ന സമയത്ത് പഴയ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യരുത്. എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുക. അടുത്ത മിസ്റ്റേക്ക് എന്നുള്ളത് പാസ്പോർട്ടിന്റെ വാലിഡിറ്റി കുറവായിട്ടിരിക്കുക. സാധാരണയായിട്ട് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 6 മാസമെങ്കിലും നമുക്ക് പാസ്പോർട്ടിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് പാസ്പോർട്ടിന്റെ വാലിഡിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VFS സെന്ററിൽ ചെല്ലുന്ന സമയത്ത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്താൽ പോലും എംബസിയുടെ സൈഡിൽ നിന്ന് ഫസ്റ്റ് നോക്കുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ വാലിഡിറ്റി എന്നുള്ളത്. ആ ഒരു സമയത്ത് പാസ്പോർട്ട് വാലിഡ് അല്ല, 6 മാസത്തെ വാലിഡിറ്റി ഇല്ല. അതുപോലെ തന്നെ നമുക്ക് 2 പേജ് ബ്ലാങ്ക് പേജ് ഇല്ല, ഫുൾ പേജ്, ഫസ്റ്റത്തെ പേജ്, സെക്കൻഡ് പേജ്, അങ്ങനെ 2 പേജ് ബ്ലാങ്ക് പേജസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ റിജക്ഷൻ വരും. അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്നുള്ളത് മിസ്റ്റേക്ക് എന്നുള്ളത് ഫൈനാൻഷ്യൽ പ്രൂഫ് പ്രോപ്പർലി കാണിക്കാത്തത്. നിങ്ങൾ ജോബിന് പോകുന്നവരായിക്കോട്ടെ, സ്റ്റഡീസിന് പോകുന്നവരായിക്കോട്ടെ, അല്ലാതെ ജോബിന് വിസിറ്റ് ചെയ്യാൻ പോകുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട്, അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് ലെറ്റർ, എന്താണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ള നമുക്ക് പ്രോപ്പർലി സബ്മിറ്റ് ചെയ്യേണ്ട ഫൈനാൻഷ്യൽ പ്രൂഫ് അത് കൃത്യമായിട്ട് കാണിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ എമൗണ്ട്സ്, ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് തന്നെ കൃത്യമായിട്ട് കാണിക്കാനായിട്ട് ശ്രമിക്കണം. എമൗണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളാവും. എംബസിയുടെ റിക്വയർമെന്റ് പ്രകാരം തന്നെ അതായിരിക്കണം. ആറാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് മോട്ടിവേഷൻ ലെറ്റർ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. പലരും മോട്ടിവേഷൻ ലെറ്റർ ഒരാളുടെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് എംബസിയിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാനായിട്ട് പറ്റും, കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പൊ നമ്മൾ ഓരോ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് മോട്ടിവേഷൻ ലെറ്ററിൽ വ്യത്യാസങ്ങളുണ്ട്. എംബസിയുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് മോട്ടിവേഷൻ ലെറ്റർ നമ്മൾ എഴുതേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു പ്രകാരം ആസ് പെർ എംബസി ചെക്ക് ലിസ്റ്റ് പ്രകാരം തന്നെ നമ്മൾ മോട്ടിവേഷൻ ലെറ്റർ പ്രിപ്പയർ ചെയ്യണം. ഈ ഒരു മോട്ടിവേഷൻ ലെറ്ററുമായി ബന്ധപ്പെട്ട് ധാരാളം മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. ഏഴാമത്തെ പോയിന്റ് എന്നുള്ളത് കോഴ്സ് ഡീറ്റെയിൽസ് അറിയാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാവില്ല. നമ്മൾ എന്ത് എന്ത് കോഴ്സിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വ്യക്തത വേണം. വൈ ജർമ്മനി എന്തുകൊണ്ട് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു വ്യക്തത. അതുപോലെ തന്നെ എട്ടാമത്തെ പോയിന്റ് എന്നുള്ളത് അഡ്രസ് മിസ്മാച്ച് ആണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ അഡ്മിഷൻ ലെറ്ററിൽ എല്ലായിടത്തും നിങ്ങളുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ പാസ്പോർട്ടിലെ പോലെ തന്നെ ആയിരിക്കും അഡ്രസ്സ് കൃത്യമായിട്ട് വരേണ്ടത്. ഈവൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരെ നോക്കുന്നുണ്ട്. ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ശ്രദ്ധയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ റിജക്ഷന് കാരണമായേക്കാം. അതുപോലെ തന്നെ അക്കോമഡേഷൻ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ മിസ്മാച്ച് പാടില്ല. അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ എല്ലായിടത്തും കൃത്യമായിട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. ഒമ്പതാമത്തെ പോയിന്റ് എന്നുള്ളത് ട്രാൻസ്ലേഷൻ ഡോക്യുമെന്റ്സ്. ട്രാൻസ്ലേഷൻ ഡോക്യുമെന്റ്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ലേഷൻ ജർമ്മൻ ആണെങ്കിൽ ജർമ്മൻ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ആവശ്യമായ സ്ഥലത്ത് അത് കൃത്യമായിട്ട് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കണം.
ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മിസ്റ്റേക്സ് നിങ്ങൾ ഈ 9 മിസ്റ്റേക്സിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്സ് ചെയ്ത് കഴിഞ്ഞാൽ വിസ റിജക്റ്റ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഞാൻ ഇനി പറയുന്ന 8 മിസ്റ്റേക്കുകളാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. 10ാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് അക്കോമഡേഷൻ പ്രൂഫ് വീക്ക് ആയിരിക്കുക എന്നുള്ളത്. നമ്മൾ ജർമ്മനിയിൽ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പ്രൂഫ് നമ്മൾ കൊടുത്തിരിക്കണം. റെന്റൽ എഗ്രിമെന്റ് ആണെങ്കിൽ റെന്റൽ എഗ്രിമെന്റ്, അതുപോലെ തന്നെ ഹോസ്റ്റ് ഫാമിലി ഇൻവിറ്റേഷൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ മീൻസ് ഇപ്പോൾ നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്ന ആള് ഇൻവൈറ്റ് ചെയ്യുന്ന ആള് ഹോസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ റെസിഡൻസ് പെർമിറ്റിന്റെ കോപ്പി, അതുപോലെ തന്നെ സിറ്റി രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൂഫായിട്ട് കൊടുത്തിരിക്കണം. അക്കോമഡേഷൻ പ്രൂഫ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം റിജക്ഷൻസ് വരുന്നുണ്ട്. 11ാമത്തെ മിസ്റ്റേക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് സെറ്റ്. നമ്മൾ മാനുവലായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ CSP പോർട്ടൽ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇൻകംപ്ലീറ്റ് ആയിട്ട് ഡോക്യുമെന്റ് നമ്മൾ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് നിസ്സാരമായിട്ട് തോന്നും, ഈ ഒരു ഡോക്യുമെന്റ് ആവശ്യമില്ലെന്ന് തോന്നും. പക്ഷെ അങ്ങനെ ഒഴിവാക്കുന്ന ഒരു ഡോക്യുമെന്റ് ചിലപ്പം വളരെ നിങ്ങളുടെ വിസയെ അത് വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ചെക്ക് ലിസ്റ്റിലുള്ള ഓരോ ഡോക്യുമെന്റും കൃത്യമായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഫേക്ക് ഡോക്യുമെന്റ്സ്, 12ാമത്തെ പോയിന്റ് എന്നുള്ളത് ഫേക്ക് ഡോക്യുമെന്റ്സ് ആണ്. നിങ്ങൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നത് ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് റിജക്ഷനെ മാത്രമല്ല നിങ്ങളുടെ ഫ്യൂച്ചർ ആപ്ലിക്കേഷനെ ഇത് ബാധിക്കും. വൺസ് നമ്മൾ ഫേക്ക് ഡോക്യുമെന്റ്സ് വെച്ച് കഴിഞ്ഞാൽ എംബസിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫോർജ്ഡ് ഡോക്യുമെന്റ്സ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, പ്രധാനമായും ഈ ഫേക്ക് ഡോക്യുമെന്റ് കൊണ്ടാണ് വിസ റിജക്ഷൻ ആവുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സോഴ്സ് കറക്റ്റ് ആയിട്ട് അറിയാത്തത് കൊണ്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. പക്ഷെ കൃത്യമായിട്ട് ഫേക്ക് ഡോക്യുമെന്റ് അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് അപ്ലൈ ചെയ്യുക. കാരണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ്ലി ബാൻ കിട്ടാനും, യൂറോപ്യൻ കൺട്രിയിൽ ഒന്നും ഇനി വേറെ ഒരു കൺട്രിയിലാണെങ്കിൽ, ഒരു ജർമ്മനി മാത്രമല്ല വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോലും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ബാൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് മിസ്റ്റേക്ക്. ഇൻഷുറൻസ് എടുക്കുന്ന എല്ലാവരും ചെയ്യുന്ന കുറെ മിസ്റ്റേക്കുകളുണ്ട്. ഇൻഷുറൻസിൽ നിങ്ങളുടെ പേര്, പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, പോളിസി ഡീറ്റെയിൽസ് ഇതൊക്കെ കൃത്യമാണോ എന്നുള്ളത് പരിശോധിക്കണം. നിങ്ങളുടെ കവറേജ് പീരീഡ്, ട്രാവൽ ചെയ്യുന്ന സമയം തൊട്ട് കവേർഡ് ആണെന്നുള്ളത് നിങ്ങൾ ഇൻഷുർ ചെയ്യണം. കാരണം എയർപോർട്ടിൽ നമ്മുടെ വിസ, പാസ്പോർട്ട്, ട്രാവൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇത്രയാണ് ഇമിഗ്രേഷനിൽ ചെക്ക് ചെയ്യുന്നത്. ആ ഒരു ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസിൽ മിസ്റ്റേക്കുകളോ മിസ്മാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാവലിനെ ബാധിക്കും. അത് വലിയ മിസ്റ്റേക്ക് ആണത്. അതുപോലെ തന്നെ വിസയിലും ബാധിക്കുന്നുണ്ട്. അടുത്ത 14ാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് അപ്പോയിന്റ്മെന്റിന് ഡോക്യുമെന്റ്സ് ഓർഗനൈസ് ചെയ്യാതെ പോകുന്നത്. നിങ്ങൾ VFSൽ ചെന്നു ഓരോ ഡോക്യുമെന്റ്സും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല, അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു മിസ്റ്റേക്ക് ആണത്. അത് കൃത്യമായ ഒരു ഓർഡറിൽ, എംബസി പറയുന്ന ചെക്ക് ലിസ്റ്റ് ഓർഡറിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് ഒരു ഫയലിലാക്കി നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 15ാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾ എന്ത് വിസയ്ക്കാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഡോക്യുമെന്റ്സ് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ VFSൽ ചെല്ലുന്ന സമയത്ത് അവർ നിങ്ങളോട് ജസ്റ്റ് ചോദിക്കുന്നുണ്ട് എന്ത് വിസയ്ക്കാണ് പോകുന്നത്. ആ ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് ഡോക്യുമെന്റേഷൻ, ഡെഡ് ലൈൻ അടുത്ത് വരുമ്പോൾ ചെയ്യുന്ന റഷ് വരുന്ന ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സുകൾ സംഭവിക്കുന്നത് ലാസ്റ്റ് മിനിറ്റിൽ, തലേ ദിവസമൊക്കെ ആയിരിക്കും പലപ്പോഴും പലരും ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. തലേ ദിവസമായിരിക്കും നിങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ പോകുന്നതിന് മുൻപ് നേരത്തെ തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ റെഡിയാക്കുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് റിവ്യൂ ചെയ്യാതെ സബ്മിറ്റ് ചെയ്യുന്നത്. ചിലപ്പം ഒരു 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 റിവ്യൂ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല മിസ്റ്റേക്കുകളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിജക്ഷൻ ആവുന്നതിന് മുൻപ്, അതുപോലെ തന്നെ സബ്മിഷന് മുമ്പ് റിവ്യൂ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പൈസ പോകുന്നു, സമയം പോകുന്നു, അതുപോലെ തന്നെ വളരെയധികം മാനസികമായിട്ടും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് നമ്മളൊരു റിവ്യൂ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ ഒരു 17 മിസ്റ്റേക്സിൽ എത്രയാണ് നിങ്ങൾ അറിയാതെ ചെയ്യുന്നുണ്ട്? നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങളുടെ നമ്പർ കമന്റ് ചെയ്യാമോ? നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു വെബിനാർ നടത്തുന്നുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്.
ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്